മക്കളെ നമ്മളെ ക്ലാസ് 9 ബയോളജി എക്സാം വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫുൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ നിങ്ങൾക്ക് കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. സോ ഞാനും മുഞ്ചിത് സാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ബയോളജി ഇതുവരെ പഠിച്ച് എത്രയായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഔട്ട് ഓഫ് 10 നിങ്ങളുടെ സ്കെയിൽ എത്രയാണെന്നൊന്ന് പറയാം. അതായത് നല്ലോണം പഠിച്ചു, സൂപ്പറായിട്ട് പഠിച്ചു മിസ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു 7, 8, 9, 10 ഒക്കെ കൊടുക്കാം. ഇനി അതല്ല ഒരു ആവറേജ് പഠിത്തമാണെങ്കിൽ 4, 5, 6 ഒക്കെ കൊടുക്കുക. അതിന് താഴേക്കാണെങ്കിൽ കുറവാണെന്നുള്ള രീതിക്ക് തീരെ പഠിച്ചിട്ടില്ല. ഓക്കെ, അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്കും നിങ്ങളെ സ്വയം അസസ് ചെയ്യാം എവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്, ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്ററിന് നമ്മളുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഭാഗമാണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പക്കയായിട്ട് ക്ലിയർ ആവും എന്നുള്ള മിസ്സിൻ്റെ വാക്കാണ്. സോ ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണാൻ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? അപ്പോൾ നമ്മളുടെ പ്രോസസ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അഥവാ നമ്മളുടെ ആൽവിയോളസും രക്തവും തമ്മിൽ നടക്കുന്ന ആ ഒരു ശ്വസനവാതക വിനിമയം എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇതിൻ്റെ കൂടെ മിസ് ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം. സോ ഒരു 5 മിനിറ്റ് മിസ്സിൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് പക്കയാക്കി തരാം. ഓക്കെ, റെഡി? നമുക്ക് രസകരമായിട്ട് പഠിക്കാം. എക്സാമിൻ്റെ തലേന്നാന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സ്ട്രെസ് അടിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മളെല്ലാവരും എന്ത് ചെയ്യും, നല്ല സൂപ്പറായിട്ട് ശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ ശ്വസിച്ച് നമ്മൾ ലാസ്റ്റ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ലാസ്റ്റ് എവിടെ ചെന്നെത്തും, നമ്മളുടെ ആൽവിയോളസിൽ ചെന്നിട്ടാണ് എത്തുക അല്ലേ. ഇതാണ് എന്ത്, നമ്മളുടെ ആൽവിയോളസ്. ശരിയല്ലേ? യെസ്, ഇവിടെ ചെന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ശ്വസിക്കുന്നതിലുള്ള എല്ലാ ഓക്സിജനും ചെന്ന് അടിയുന്നത് അല്ലേ. നമ്മുടെ വായു അറ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ആൽവിയോളസിന്റെ പ്രത്യേകത എന്താണ്, ഇതിന് ചുറ്റും ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ടാവും അല്ലേ. ഇതിന്റെ ചുറ്റും എന്തുണ്ട്, ഇങ്ങനെ ഒരുപാട് ബ്ലഡ് വെസൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശരിയല്ലേ? യെസ്, അപ്പോൾ ഇതിവിടെ ആൽവിയോളസ് എഴുതിയോണ്ടാണ് മിസ് ഇങ്ങനെ കൂട്ടി വരയ്ക്കാത്തത് കേട്ടോ, കൂട്ടി വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡിൽ ആരില്ല, ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടന്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതലുള്ള നമ്മൾ എന്ത് ചെയ്യും, കുറവുള്ള ആൾക്കാർക്ക് കൊടുക്കും അല്ലേ. നമ്മൾ ഷെയറിങ് ഇസ് കെയറിങ് എന്നല്ലേ. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന എന്താ പറയുക ഓക്സിജൻ എന്ത് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിഫ്യൂഷൻ വഴി വരും. റെഡി? ഓക്സിജൻ എന്ത് ചെയ്തു, ആൽവിയോളസിൽ നിന്ന് നമ്മളുടെ ബ്ലഡ് വെസലിലെത്തി. ഓക്കെ, സോ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാരണമായ സിനിമയിൽ നമ്മളെ സൂര്യ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂര്യ എന്ത് ചെയ്തു, ട്രെയിന് കയറി. ഓക്കെ, നമ്മുടെ ബ്ലഡ് വെസലാണ് ട്രെയിൻ. ഓക്കെ, ബ്ലഡ് വെസലാണ് ട്രെയിൻ. ഇതാണ് ആര്, ബ്ലഡ് വെസൽ. ഓക്കെ, ബ്ലഡ് വെസലാണ് നമ്മളുടെ ട്രെയിൻ, രക്തക്കുഴലാണ് ട്രെയിൻ. അങ്ങനെ ഇവർ അതിനുള്ളിൽ കയറിയ സമയത്ത് ഒരാളെ കണ്ടുമുട്ടി. അതാണ് ആര്, നമ്മളുടെ ഹീമോഗ്ലോബിൻ. ഓക്കെ, നമ്മളുടെ ഹീമോഗ്ലോബിൻ അഥവാ നമ്മളുടെ HB അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കൂടും. എന്നിട്ട് എന്തുണ്ടാവും, നമുക്ക് HbO2 എന്ന് പറയുന്ന ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുക, നല്ല പോലെ ഇങ്ങനെ ഈ ബ്ലഡിന്റെ കൂടെ എങ്ങോട്ടേക്ക് പോകും, സെല്ലുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ രക്തക്കുഴൽ ഇതാ പോയി എവിടെ എത്തി, നമ്മളുടെ കോശങ്ങളുടെ അടുത്തെത്തി. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ കോശങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പ് എത്തി, ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. അപ്പൊ HbO2 എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആയിട്ട് O2 വേറെയായി. അങ്ങനെ ആ O2 ഏതിലേക്ക് കയറും, ആ O2 ആണ് ഇവിടെ ഇങ്ങനെ O2 നിൽക്കുകയാണ് അല്ലേ. ബ്ലഡിൽ O2 ഉണ്ട്, HbO2 ഉള്ളത് O2 ആയി. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മളുടെ കോശത്തിനകത്തേക്ക് കയറും. ഓക്കെ, കോശത്തിനുള്ളിലേക്ക് കയറും. അപ്പോൾ കോശത്തിനുള്ളിൽ പിന്നെ നടക്കാൻ പോകുന്നതാണ് എന്ത്, സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം. അതിനുശേഷം ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, അതിനുശേഷം ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മളുടെ ബ്ലഡിലേക്ക് വരും. അതിനുശേഷം ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് 3 ആൾക്കാരുടെ കൂടെയാണ് പോവുക. അതാണ് എന്ത്, ഒന്ന് നമ്മുടെ പ്ലാസ്മ. ഓക്കെ, ഒന്ന് നമ്മുടെ പ്ലാസ്മയുടെ കൂടെ, ഒന്ന് നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ കൂടെ. എങ്ങനെയാണ് അപ്പം നമ്മൾ അതിനെ വിളിക്കുക, കാർബമിനോ ഹീമോഗ്ലോബിൻ. Okay,
കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നാണ് നമ്മൾ അതിനെ അപ്പോൾ വിളിക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ ഓക്സിജനെ പോലെയല്ല കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് കൂടുതലും വെള്ളമാണ് ഇഷ്ടം. ഓക്കെ, വെള്ളത്തിൻ്റെ കൂടെയാണ് കൂടുതൽ സോല്യൂബിൾ ആവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഏകദേശം 70% എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളുടെ RBCയിലുള്ള വെള്ളത്തിലാണ് ഉണ്ടാവുക. RBCയിലുള്ള വെള്ളത്തിൽ ആസ് ബൈകാർബണേറ്റ് ആയിട്ട് ഇങ്ങനെ 3 രൂപത്തിലാണ് എന്ത് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡിന് ഓഹോയ് 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 എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യും? നേരെ തിരിച്ചു കൊണ്ടുപോയി നമ്മളുടെ ആൽവിയോളസിൻ്റെ അടുത്തെത്തും. അവിടുന്ന് എന്ത് ചെയ്യും? നമ്മളെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലെത്തും, എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആൽവിയോളസിൽ നടക്കുന്ന വാതക വിനിമയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ മിസ് ഒരു കുഞ്ഞി ടോപ്പിക്കും കൂടെ ആഡ് ചെയ്യാണ്. അതാണ് എന്ത്? നമ്മളിതാ കണ്ടോ, HbO2 ഓക്സി ഹീമോഗ്ലോബിൻ പേരോർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ കോശത്തിൽ എത്തുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ടിഷ്യൂ ദ്രവത്തിലേക്ക് പോകും, അവിടുന്ന് അത് സെല്ലുകളിലേക്ക് പോകും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് എന്താ നടക്കുക? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കി വെക്കണം കേട്ടോ. ഗ്ലൈക്കോളിസിസ്, ഓക്കെ, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് എന്താ? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, ആദ്യ ഘട്ടം. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഡിഫറൻസ്. പിന്നെ ഇത് നടക്കുന്ന എവിടെയാ? സൈറ്റോപ്ലാസത്തിലാണ് അഥവാ കോശദ്രവ്യം. ഇത് നടക്കുന്നതോ മൈറ്റോകോൺട്രിയ, മലയാളത്തിലും മൈറ്റോകോൺട്രിയ. ഓക്കെ, മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കാൻ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റാണ്? പൈറൂവിക് ആസിഡ് ആക്കി മാറ്റാണ് അല്ലേ? ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റാണ്. 2 ATP ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, 2 ATP ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? വേറൊരു സാധനം കൂടി, ഓക്സിജനെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഇത്രയാണ് ഗ്ലൈക്കോളിസിസിൻ്റെ. ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ പൈറുവിക് ആസിഡ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കാണ് അല്ലേ? പൈറുവിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കാണ്. ഇവിടെ നമുക്ക് 28 ATP ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഓക്സിജനെ ആവശ്യമുണ്ട്. കിട്ടിയോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഗ്ലൈക്കോളിസിസിനും ക്രെബ്സ് സൈക്കിളിനും ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ക്രെബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്ന ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? പിന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെയും പ്ലാസ്മയുടെയും RBCൻ്റെയും ഒക്കെ കൂടെ എങ്ങോട്ട് പോകുന്ന? ആൽവിയോളസിലേക്ക് പോകുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ 7% പ്ലാസ്മയുടെ കൂടെ പോകുന്നത്, 23% ഹീമോഗ്ലോബിൻ്റെ കൂടെ പോകുന്നത്, 70% RBCയുടെ കൂടെ പോകുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മിസ് വിചാരിക്കുകയാണ്. സോ എത്ര ശതമാനമാണ്, ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ RBCയിലുള്ള വെള്ളത്തിൻ്റെ കൂടെ, ഓക്കെ, RBCയിലുള്ള വെള്ളത്തിൻ്റെ കൂടെ എത്ര ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പോകുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.